ഹലോ ഹായ് വെൽക്കം ടു ന്യൂസ് ഫോർ റിയൽ. ഇതൊരു വ്യത്യസ്ത വീഡിയോ ആണ്. അതായത് ഈ സ്ഥലം വന്നിട്ട് നമ്മുടെ ക്യാപ്റ്റൻ ലക്ഷ്മി പാർക്കാണ്. ഇത് തിരുവനന്തപുരം മ്യൂസിയത്തിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ പാർക്ക് ഉള്ളത്. ഇവിടുത്തെ ഒരു വീഡിയോ വരാനുള്ള സാഹചര്യം ഞാൻ പറയാം. ആദ്യം തന്നെ നോക്കൂ, നല്ല നിറയെ ആളുകളുള്ള ഒരു ഈവനിങ് ആണ്. ഇത് നമ്മൾ പോകുന്ന ആ വലസൈഡ് കാണിച്ചിടത്തേക്ക് തന്നെ നമ്മൾ കയറി പോവുകയാണ്. ഇവിടെ കണ്ടില്ലേ, ഒരു ആരാണെന്ന് അറിയില്ല, യൂട്യൂബർ ആണോ ഒന്ന് നമുക്കറിയില്ല. അവർ ക്യാമറാമാൻ അവരോടൊപ്പം നിൽക്കുന്നുണ്ട്. അവരുടെ കുറച്ച് ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുകയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഫ്രണ്ടിലേക്ക് പോവുകയാണ്. പോകുന്നിടം എല്ലാവർക്കും ഒരു സർപ്രൈസ് ആണ്. ട്രിവാൻഡ്രത്തുള്ളവർക്ക് തന്നെ അറിയുമോ എന്ന് എനിക്കറിയില്ല. നമ്മൾ നടന്ന് നീങ്ങി എത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു ചെസ് ഗ്രൗണ്ടിലേക്കാണ്. നമ്മൾ ഫുട്ബോൾ ഗ്രൗണ്ട്, ക്രിക്കറ്റ് ഗ്രൗണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ചെസ് ഗ്രൗണ്ട് എന്നുള്ളത് ചിലപ്പോൾ പലർക്കും അറിയാത്ത ഒരു സംഭവമായിരിക്കാം. ആ സ്ഥലത്തേക്കാണ് നമ്മൾ എത്തുന്നത്. നോക്കൂ, ഇവിടെയെല്ലാം ഉണ്ടോ, കുട്ടികളെല്ലാം അത് വെറ്റിയിരുന്ന് കാണുന്നുണ്ട്. പലരും ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. ഉണ്ടോ, യങ്സ്റ്റേഴ്സൊക്കെ ഉണ്ട്. അതാ നോക്കുന്ന ഒരു മുണ്ടുടുത്താണ്. കണ്ടോ, അണ്ണൻ തിരിഞ്ഞ് നോക്കി നമ്മളെ കണ്ടു. ആണനാണ്. രണ്ടുപേർ, ഒരു പാൻറ്റിട്ട അമ്മാവനും ഒരു മുണ്ടുടുത്ത അണ്ണനുമാണ്. അപ്പോൾ പാൻറ്റെടുത്ത അമ്മാവൻ ആരുടെ അമ്മാവൻ എനിക്കറിയില്ല, ആരുടെയും ഒരു അമ്മാവനായിരിക്കണം. മുണ്ടെടുത്ത അണ്ണനുമായിട്ടാണ് മാച്ച് നടക്കുന്നത്. അപ്പുറത്ത് ഒരു അമ്മാവനും കൂടി ഇരിപ്പുണ്ട് കേട്ടോ. ആ പുള്ളിക്കാരൻ ചിലപ്പോൾ ഇൻസ്ട്രക്ഷൻസ് ആയി കൊടുക്കുന്നുണ്ടാവും. ഇതാ വന്നു. ഓ, ഇദ്ദേഹത്തിന് കിങ്ങിന് നേരെ കൊണ്ടുവന്ന് ചെക്ക് വെച്ചു. അദ്ദേഹം എടുത്തത് മറച്ചു. റൂക്കിനെ വെച്ചിട്ടാണ് ചെക്ക് അടിച്ചത് കേട്ടോ. പക്ഷേ ഇദ്ദേഹം അമ്മാവൻ ഉണ്ടല്ലോ, പാൻറ്റിട്ട അമ്മാവൻ തെറ്റാണ്. ഇവിടെ നിന്ന് കാണുന്നത് കളി അപ്പർ സൈഡിൽ നിന്ന് തന്നെ കാണണം. പുള്ളിക്കാരൻ്റെ ആ സൈഡ് അതാണ്, നമ്മുടെ ലെഫ്റ്റ് സൈഡായിട്ട് ഇപ്പോൾ വീഡിയോയുടെ കാണുന്നത്. അവിടെ നിന്നാണ് പുള്ളിക്കാരൻ വീക്ഷിക്കേണ്ടത്. ഇല്ലെങ്കിൽ നമുക്കുള്ള കരുനീക്കങ്ങളിൽ ചിലപ്പോൾ തെറ്റുകൾ ഉണ്ടാവാം. പക്ഷെ മുൻകൂട്ടി കറക്റ്റായിട്ട് പാലിക്കുന്നുണ്ടോ. മുൻകൂട്ടി തന്നെ ചെക്ക് മറച്ചതിന് ശേഷം നല്ലപോലെ ചിന്തകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ സപ്പോർട്ട് ചെയ്യുന്ന അമ്മവൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും, ഐഡിയാസ്. ഓക്കെ, അപ്പോൾ വീണ്ടും കിങ്ങിനെ ചേഞ്ച് ചെയ്തിരുത്തിയൊക്കെയാണ് ഈ മുണ്ടിട്ടാണ്. അമ്മാവൻ നല്ല ഫാസ്റ്റാണ് കേട്ടോ. ഞാൻ ചെന്നപ്പോഴൊക്കെ വിചാരിച്ചു കളിയുടെ ഭയങ്കര ഫാസ്റ്റായി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു പുള്ളിക്കാരൻ ഒരു മോസ്റ്റ് ബ്രില്യൻ്റ് ആയിരിക്കും എന്ന് കരുതിയിരുന്നു. കാരണം എടുത്തു പറയാം, അവസാനം വന്നിട്ട് ജയിച്ചത് ആ വീഡിയോസ് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, സമയം കിട്ടിയില്ലായിരുന്നു. നമ്മുടെ മുണ്ടുടുത്ത അണ്ണൻ തന്നെയാണ് ജയിച്ചത്. മുണ്ടുടുത്ത അണ്ണൻ കുറച്ച്, എനിക്ക് തോന്നുന്നു കുറച്ച് സ്ലോ ആണെങ്കിലും നന്നായിട്ട് ചിന്തിച്ച് തന്നെയാണ് ഗെയിമിലേക്ക്. അപ്പോൾ എന്തായാലും ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിൽ പാൻറ്റിട്ടിരിക്കുന്ന അമ്മാവന് റൈറ്റ് സൈഡിലായിട്ടൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടുന്ന് നമുക്ക് ചായയോ കോഫിയൊക്കെ കുടിക്കാൻ പറ്റുന്ന, പിന്നെ ചെറിയ ചെറിയ സ്നാക്സുകളൊക്കെ ഉള്ള ഏരിയ ആണ്. ഇവിടെ തകർപ്പും വെട്ടുകളും നടക്കണം കേട്ടോ. ഞാൻ എത്തിയപ്പോഴത്തേക്കും ഏകദേശം ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്ത് മരണപ്പെട്ട് കഴിഞ്ഞു. ആ ഒരു സിറ്റുവേഷനാണ്. പക്ഷേ എന്തായാലും നല്ല ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ. ഇത് മാത്രമല്ല, ലെഫ്റ്റ് സൈഡിലും ഇതിനകത്തോട്ടൊക്കെ ആയാലും കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയകളും ഒക്കെ ഉണ്ട്. നല്ല വലുതായിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ട്രിവാൻഡ്രത്തുള്ളവർക്കും വരുന്നവർക്കും ഒക്കെ ഒന്ന് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാം. നല്ല ടൈം പാസ് ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ക്യാപ്റ്റൻ ലക്ഷ്മി പാർക്ക് എന്നുള്ളത് മാത്രം നമ്മൾ വെളിയിൽ നിന്ന് കാണാറുള്ളൂ. ഞാനൊരു ട്രിവാൻഡ്രത്തുകാരനാണ്. പക്ഷേ ഞാൻ പെട്ടെന്നാണ് ഇവിടെ മനസ്സിലായി ഇങ്ങനെയൊരു സിറ്റുവേഷൻ ഇവിടെയുണ്ട്. അതായത് നമുക്കൊരു ഗെയിമൊക്കെ കളിച്ച്, അതായത് ചെസ് മൈതാനത്ത് നിന്നുകൊണ്ട് ചെസ് കളിക്കുക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു അനുഭവമാണ്. വലിയ വലിയ കരുക്കളാണ്, മനസ്സിലായില്ലേ. ചെറിയ ചെസ് ബോർഡിൽ കളിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗ് കിട്ടില്ല, കണ്ടല്ലേ. നടന്ന് കയറി ചെസ് ബോർഡിനകത്തോടെ നടന്നു പോയി മാറ്റുകയാണ്. അതൊക്കെ ഒരു വല്ലാത്തൊരു ഫീലിംഗ് തന്നെയായിരിക്കും. തീർച്ചയായിട്ടും ട്രിവാൻഡ്രത്തുള്ളവർ ടൈം പാസ് ആയി കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ക്യാപ്റ്റൻ ലക്ഷ്മി പാർക്കിലേക്ക് വരിക. ഹാവ് എ നൈസ് ഡേ ടു ഓൾ. താങ്ക് യു.